ഹലോ, ഏവർക്കും കൊറിയർസ്മാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരോടും എൻ്റെ വലിയൊരു താങ്ക്സ് പറയാണ്. കാരണം എനിക്ക് 800 സബ്സ്ക്രൈബേഴ്സ് ഒരു മാസത്തിനുള്ളിലായി. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങളുടെ പുതിയൊരു കൂട്ടുകാരിയാവും. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ Indo-American Chickenpotatobake ആണ്, ഇൻ ഫ്രയർ. അപ്പോൾ അതിനായിട്ട് ആദ്യം മാരിനേഷൻ വേണം. അപ്പോൾ ഒരു ഗ്രൈൻഡറിൽ ഒരു 10 അല്ലിയോളം വലിയ സൈസിൽ വെളുത്തുള്ളി, 6 പീസ് വട്ടത്തിലരിഞ്ഞ ഇഞ്ചി, ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഓണിയൻ പൗഡർ, അത് ഓപ്ഷനിലാണ്, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ വിനെഗർ, പിന്നെ കുറച്ച് ഓർഗാനോ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, കുറച്ചിട്ടാൽ മതി. അതാണ് ഈ അമേരിക്കൻ സ്പെഷ്യലിൻ്റെ മെയിൻ തിങ്. പിന്നെ കുറച്ച് ബേസിനും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കസൂരിമേത്തി ഇല്ലേ, അത് ഇച്ചിരി ഒന്ന് പൊടിച്ചിട്ടോളൂ. ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഒരു 1/4 കപ്പോളം തൈരോടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കുക. തരിതരിപ്പൊന്നും പാടില്ല, ഇതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല മണമുണ്ടേ. ഇനി ഒരു 6 പീസ്, ഞാനൊരു വലിയ ഈ നമ്മുടെ കാല് എന്നുവെച്ചാൽ ഒരു സൈഡിലത്തെ ഫുൾ കാലില്ലേ, തുട സഹിതമുള്ള ചിക്കൻ്റെ അത്രയും വലിയൊരു 6 പീസ് കാലെടുത്തിട്ടുണ്ടേ. ചിക്കൻ്റെ കാല് നന്നായിട്ട് ഇതിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനെ നന്നായിട്ട് ഞാനൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫാറ്റുള്ള ചിക്കൻ ആണെങ്കിൽ അത്യാവശ്യം കുറേ ഫാറ്റ് ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാം. നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് വെച്ച് തേച്ച് പിടിപ്പിക്കുക. കാരണം ഫ്രയറിൽ വെക്കുമ്പോഴത്തേന് ഈ അരപ്പൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ഒലിച്ച് താഴേക്ക് പോവും, അല്ലെങ്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്ത ദിവസത്തേന് എടുക്കുവാണെങ്കിൽ അത്ര നല്ലത്. നമ്മളിപ്പം ഒരു 12 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കാം. ഞാനിത് മോർണിംഗ് മാരിനേറ്റ് ചെയ്തതാണ്. ഈവനിങ് ആയപ്പോൾ ഞാനിത് എടുത്തു. അതെ, ഫ്രീസ് ചെയ്യല്ലേ, താഴെ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. അപ്പോൾ ഇനി ബേക്ക്ഡ് പൊട്ടറ്റോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ലൊരു ഈസി സാധനമാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് മാത്രം മതി ഒരു ഈവനിങ് ഡിന്നറിന്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കളറിൽ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഒരു കളറിൽ പൊട്ടറ്റോ ആയാലും മതി, ഏത് പൊട്ടറ്റോ ആയാലും മതി കേട്ടോ. അപ്പോൾ അതൊരു 6 പീസ് വീതം ഞാൻ എടുത്തിട്ടുണ്ട്, 6 പൊട്ടറ്റോ വീതം. എന്നിട്ട് നന്നായിട്ട് കഴുകണം. ഇതിൻ്റെ തൊലിയൊന്നും നമ്മൾ കളയുന്നില്ല, അതിൻ്റെ മുകളിലത്തെ പുറംതൊലി അതുപോലെ തന്നെ നമുക്ക് വേണം. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അത്യാവശ്യം വലിയ കഷ്ണമായിട്ട് എടുക്കുക. നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കും പോലെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചെടുക്കുക. ഞാൻ ഒരു കളർഫുള്ളിന് വേണ്ടിയാണ് 2 കളറിൽ എടുത്തത് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 12 പൊട്ടറ്റോ ഇങ്ങനെ മുറിച്ചെടുത്താണ്. ഇനി ഇതിനെ 2ആയിട്ട് ഭാഗിക്കുക. അപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ഫ്ലേവറുള്ള ബേക്ക്ഡ് പൊട്ടറ്റോസ് ഉണ്ടാക്കാൻ പറ്റും. ഒരെണ്ണത്തിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ അരപ്പും, ബാക്കി ഉണ്ടായിരുന്നു ചിക്കൻ്റെ അരപ്പ് ആ പാത്രത്തിൽ തന്നെ കാണുമല്ലോ, അതെടുക്കുക. പിന്നെ ഈ 2 എണ്ണത്തിനകത്ത് അത്യാവശ്യം ഉപ്പും കുറച്ച് എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഓയിൽ ചേർത്താലും മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഉണ്ടെങ്കിൽ കുറച്ച് ഒനിയൻ പൗഡർ അല്ലെങ്കിൽ ഗാർലിക് പൗഡർ, ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും. ഇതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ട് ഇതിനകത്ത് ഇട്ടാലും മതി. അപ്പോൾ ഗ്യാസ് ഉണ്ടാവില്ല, നല്ലൊരു ഫ്ലേവറും ആവും. അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ബാക്കി വന്നിരുന്ന ആ മാരിനേഷൻ ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഫ്ലേവറിലുള്ള പൊട്ടറ്റോ ബേക്കായി. എന്താ അല്ലേ, അടിപൊളി. ഇതിപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് സെയിം തന്നെ നമുക്ക് ഓവൻ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും. ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം നോക്കുന്നുണ്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. ഗ്രില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ കുറച്ച് എണ്ണ വെച്ചതിന് ശേഷം നമ്മുടെ സാധാരണ തവയിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. എയർ ഫ്രയർ ഏകദേശം ഒരു 15 മിനിറ്റ് വേണം നമ്മളിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം എയർ ഫ്രയറിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ അറിയാവുന്നവർ അതുപോലെ ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്താലും മതി. പറ്റുവാണെങ്കിൽ ഒരു എയർ ഫ്രയർ വാങ്ങിക്കണം, നല്ല അടിപൊളി സാധനമാണ്. എണ്ണ അധികം ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊരു സ്റ്റാൻഡിനകത്ത് വെക്കണം.
ചിക്കൻ ഇതിൻ്റെ മുകളിൽ വെക്കണമല്ലോ, എന്നാലേ ഇത് കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ അതൊരു 15 മിനിറ്റ് നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. നല്ല അടിപൊളി സാധനമാണ്. അത്യാവശ്യം എണ്ണയില്ലാതെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. കേക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ മാരിനേഷൻ ചെയ്ത ആ ചിക്കൻ ഇത്ര നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ എടുത്ത് വെക്കുക. ഇനി ഇതിൻ്റെ ഫങ്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഉണ്ട് ചിക്കൻ്റെ ഒരു ഫങ്ഷൻ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആ ചിക്കൻ്റെ ഇത് വെക്കുക. ഇതിനകത്തൊരു 360 ആണ് നമ്മൾ വെക്കുന്നത്. അതൊരു ഏകദേശം ഒരു 20 മിനിറ്റോളം അതിൻ്റെ ടൈം വരും. ഈ 20 മിനിറ്റ് നമ്മളിതിങ്ങനെ വെക്കരുത്. ഇടയ്ക്കിടയ്ക്ക് തുറന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കണം. ഈ 360 കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് കൂട്ടി വെക്കണം കേട്ടോ. ഇനി അതൊന്ന് വേകുമ്പോഴത്തേനും നമുക്ക് ഈ പൊട്ടറ്റോസൊക്കെ നമുക്കൊരു സ്ക്യൂവറിനകത്ത് ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് വെക്കണമല്ലോ. അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതുകൂടെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ അതവിടെ നിന്നൊന്ന് വേവുന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇതിനകത്തേക്കൊന്ന് കുത്തി വയ്ക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതാണ്ട് ഇങ്ങനെ കുത്തി വയ്ക്കാവേ. അതൊന്ന് നമുക്കതിനകത്ത് കൊണ്ട് വയ്ക്കാം. ഒരു 18 മിനിറ്റോളമായി. നമുക്കൊന്ന് തുറക്കാം. ഇതൊന്ന് നമുക്കൊന്ന് തിരിച്ചിടണം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വയ്ക്കാം. നമ്മുടെ പൊട്ടറ്റോസ് എല്ലാം സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി എണ്ണ ഇതിനകത്തൊന്ന് തൂത്ത് കൊടുക്കണം. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊന്ന് കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രം നമുക്കൊന്ന് എണ്ണ ഒന്ന് തൂക്കി കൊടുത്താൽ മതിയാവും. ഇത് കുറച്ച് നേരം നമുക്കൊന്ന് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 18 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഈ 18 മിനിറ്റ് സമയത്ത് ഒരു മാജിക് വെള്ളം ഉണ്ടാക്കണം. മാജിക് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോസ് ഏകദേശം ഒരു ടൊമാറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. തക്കാളി, അതിനകത്ത് ഇച്ചിരി ഉപ്പൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. വെള്ളം ഒഴിക്കണേ. ഇതിൻ്റെ അളവ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒരു 17 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ തക്കാളി വെള്ളം, മാജിക്കാണ്, ഭയങ്കര ടേസ്റ്റാണ്, ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇച്ചിരി തക്കാളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ വാട്ടർ, മാജിക് വാട്ടർ. അപ്പോൾ അതൊരു 360-ലായിരുന്നല്ലോ ഞാൻ നേരത്തെ വെച്ചിരുന്നത്. അത് നമുക്കൊരു 400-ലേക്ക് മാറ്റണം. ഇനി ഇതിൻ്റെ ടെമ്പറേച്ചർ 400-ലേക്ക് മാറ്റണം. 17 മിനിറ്റ് സമയമുണ്ട്. അപ്പോൾ ഈ 17 മിനിറ്റിൽ ഓരോ പ്രാവശ്യം 15 മിനിറ്റ് ആകുമ്പോൾ എടുക്കുക, തിരിച്ചിടുക. എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ തക്കാളി വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇങ്ങനെ തിരിച്ചിടുക. അപ്പോൾ ഏകദേശം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കണം. നേരത്തെ പറഞ്ഞില്ലേ, ഇച്ചിരി ഒലിവ് ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വരും. വേണമെങ്കിൽ മാത്രം തേച്ചാൽ മതിയേ. ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ ആ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. എയർ ഫ്രയറിലെ എണ്ണ തേക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഞാൻ ഇച്ചിരി തേക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു ഒലിവ് ഓയിലിൻ്റെ ആ ഒരു അമേരിക്കൻ ടച്ചിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എന്നാലേ അമേരിക്കൻ ഫ്യൂഷൻ ആവുള്ളൂ. ഇൻഡോ-അമേരിക്കൻ ഫ്യൂഷൻ ചിക്കൻ പൊട്ടറ്റോ ബേക്ക് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. എല്ലാ സൈഡും ഒരേപോലെ വേവണ്ടേ. അപ്പോൾ 2 മിനിറ്റ് കൂടുന്തോറും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം. 6 പീസ് ചിക്കന് ഞാനിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തോണ്ടേ ഇരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ പൊട്ടറ്റോ വേണമെങ്കിൽ പിന്നെ വെച്ചാലും മതി. അപ്പം നിങ്ങളെ ഇത് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ രണ്ടുകൂടെ ഒരുമിച്ചാണ് വെച്ചത്. അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ട് നമുക്കിങ്ങനെ ഇതുപോലെ പൊട്ടറ്റോസ് ഇങ്ങനെ എടുത്ത് വെച്ചാലും മതി കേട്ടോ. സ്ക്യൂവേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ പറക്കി വെച്ചിട്ട് ഒനിയനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചെടുത്താലും മതി. ഇതൊന്ന് തിരിച്ചിടണം. ഇച്ചിരി കഷ്ടപ്പാടാണ്, കാരണം ഇതെല്ലാവരും ഒരുമിച്ച് പറ്റില്ല. അപ്പോൾ സ്പേസ് കുറവാണ്. അപ്പോൾ ഞാനിതിങ്ങനെ വെച്ചിട്ട്, പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിങ്ങനെ വെച്ചാൽ ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ കൊണ്ട് ഇതിനകത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വെച്ചു. ഇനി നമുക്ക് ഏകദേശം 9 മിനിറ്റും കൂടെ ഉണ്ട്. 9 മിനിറ്റ് ഒന്ന് എടുത്തതിന് ശേഷം ഒരു 7 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഒന്നുകൂടെ എടുത്തു. ഇതേപോലെ ഒഴിക്കുക. എല്ലായിടത്തും ഒന്ന് ഒഴിക്കുക. എന്താണ് ഒഴിക്കേണ്ടത്? തക്കാളി വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു 7 മിനിറ്റ് ഉണ്ട്. 7 മിനിറ്റ് കഴിഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ആ പൊട്ടറ്റോ ഒന്ന് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. പക്ഷേ ചിക്കൻ വെന്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊരു 10 മിനിറ്റ് കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 9 മിനിറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. അത്ര നേരം കൂടെ വന്നിരിക്കട്ടെ. അപ്പോൾ അതിലൊരു 7 മിനിറ്റ് ആകുമ്പോൾ, 9 മിനിറ്റ് കൂട്ടി വെച്ചാൽ ഒരു 7 മിനിറ്റ് ആകുമ്പം നമ്മളുടെ ഈ 2 മിനിറ്റ് കഴിയുമ്പോൾ പൊട്ടറ്റോസ് എടുത്ത് മാറ്റുക. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഇച്ചിരി ഇരുന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളുടെ
ആ 9 മിനിറ്റ് കൂടി ഇട്ട് വെച്ചതിന് ശേഷം നമ്മുടെ അടിപൊളി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ബേക്കൻ, നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ബേക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഗ്രില്ല് ചെയ്ത് നോക്കാൻ അല്ലെങ്കിൽ ഗ്രില്ല് ഉണ്ടാക്കാനായിട്ട് പറ്റുമെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് സാധനം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ അമേരിക്കൻ്റെയും ഇന്ത്യൻ്റെയും ഒക്കെ ഫ്ലേവറുള്ള നല്ല അടിപൊളി സാധനം. അപ്പോൾ നമ്മുടെ ഈ പൊട്ടാറ്റോസ് ഞാനിങ്ങനെ തുറന്ന് കാണിക്കാം. ആഹാ, എന്താ രസം, എന്താ ടേസ്റ്റ്. കാരണം ഞാൻ കഴിച്ച നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ചിക്കൻ ഇങ്ങനെ ഒന്ന് എടുത്ത് കാണിക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കഴിച്ചോ. അപ്പോൾ നല്ല അടിപൊളി ഇൻഡോ അമേരിക്കൻ ചിക്കൻ പൊട്ടാറ്റോ ബേക്ക് റെഡി ആയിട്ടുണ്ട്. ചിക്കനും പൊട്ടാറ്റോയും ബേക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. കമൻ്റ് ഉണ്ടെങ്കിൽ നല്ല നല്ല കമൻ്റ് അയക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ, അല്ലെങ്കിൽ അടുത്ത വീഡിയോ സന്ധിക്കും വരെ വണക്കം. താങ്ക് യു. Bye bye. See you next video. Bye bye.